ഈ LPST റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളുടെ സമരമാണല്ലോ ഇത്. അപ്പം ഏത് എക്സാം ആയിരുന്നു ഇത്? LPST ടീച്ചേഴ്സിൻ്റെ എക്സാമാണ്. പാലക്കാട് ജില്ലയിൽ നിന്നാണ്. പേരെന്തായിരുന്നു? അശ്വതി. ഓക്കെ, എത്ര വർഷമായി? ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടുണ്ട്. ഇടയിലാണ് എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇതിനായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് എക്സാമിന്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വന്നതുമാണ്. എന്നിട്ട് ഇതുവരെ നിയമനമൊന്നും ആയിട്ടില്ല. ഞങ്ങളുടെ പാലക്കാട് എന്നില്ല, ഒരു 7ഓളം ജില്ലകളിൽ ഫസ്റ്റ് റാങ്കുകാരൻ പോലും നിയമനമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥയാണ്. ഇതിപ്പോൾ കുറേ നാൾ ഉറക്കം അടച്ച് പഠിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ, ഇത്ര നീതിയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഈ സമരം ചെയ്യേണ്ടി വരുന്നത് എങ്ങനെ തോന്നുന്നു? ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് തന്നെ. ഒരിക്കലും ഒരു സമരം ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് വിചാരിച്ചത് പോലുമല്ല. വളരെ വിഷമം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒന്നാം റാങ്ക് പോലും കിട്ടിയ ഒരാൾക്ക് നിയമനം ഇല്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പഠിക്കേണ്ടത്? ഇനി ഒരു അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങനെ പഠിക്കണം, ഏത് റാങ്ക് മേടിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് റാങ്കിന് പോലും ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ഇനി ഒരു അടുത്ത എക്സാം ഞങ്ങൾ എങ്ങനെ പഠിക്കേണ്ടത്? ഞങ്ങൾ കുറേ ആയി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു നല്ല സമീപനം ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല, അധികാരികളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന് വന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു സമരം ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? നീതി കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സമരം ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു കുട്ടിയെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്തോ കൊണ്ടുപോയി എന്ന് തോന്നുന്നു. അതെ. നിങ്ങൾ എത്ര നേരമായി ഇവിടെ? ഞങ്ങൾ മാർച്ച് 4-ാം തീയതി ആരംഭിച്ച നിരാഹാര സമരമാണ്. അപ്പോൾ അതില് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ഈ ലിസ്റ്റ് ഒന്ന് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിരാഹാരം എടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും നീതി വേണം. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ ഇതിന് സപ്പോർട്ടാണോ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഈ സമരം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ? കാരണം അവർക്ക് മനസ്സിൽ ഒരു വിങ്ങലുണ്ടാകുമല്ലോ, പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവർക്കൊരു നീതി കിട്ടാതെ ഇവിടെ വന്ന് സമരം ചെയ്യാൻ വളരെ വിഷമത്തോടെയാണ് അവരെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം PSC പഠിച്ച് റാങ്ക് ലിസ്റ്റ് നേടാന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് റാങ്ക് ലിസ്റ്റ് ഇടാൻ നേടാന്നുള്ളത്. ഞങ്ങൾ PSC റാങ്ക് ലിസ്റ്റ് ഇടാൻ നേടിയിട്ടും ഈ തെരുവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സമരം ചെയ്യുക, അതായത് നാളത്തെ കുരുന്നുങ്ങൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്ന അധ്യാപകരാണ് ഞങ്ങൾ. അധ്യാപകരായ ഞങ്ങൾക്ക് ഇവിടെ ഈ തെരുവിൽ കിടന്ന് ഇങ്ങനെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വീട്ടുകാരാണെങ്കിലും ഇപ്പോൾ ഇവിടെ കുട്ടികളെ, ചെറിയ മക്കളുള്ള ടീച്ചേഴ്സ് വരെ അവരുടെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്ര ദിവസമായി സമരം ചെയ്യുന്നത് കണ്ടിട്ട് പോലും ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സ്റ്റിൽ ഞങ്ങൾ ഇവിടെ തുടരുന്നത്.